13ാമത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഹേമന്ത് സോറൻ. സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഗവർണർ CP രാധാകൃഷ്ണൻ. ജാർഖണ്ഡ് മുക്തി മോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചമ്പൈ സോറൻ. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചത് ഭൂമി കുംഭകോണ കേസിലെ അറസ്റ്റിന് മുൻപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് 8-ാം തീയതി യാത്ര തിരിക്കും. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഓസ്ട്രിയയിലേക്ക് 3-ാം വട്ടം അധികാരത്തിലെത്തിയ ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശയാത്ര. റഷ്യൻ സന്ദർശനം 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ. ഹത്രസ് ദുരന്തത്തിൽ 6 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിന് നേതൃത്വം നൽകിയ 4 പുരുഷന്മാരും 2 സ്ത്രീകളും. എഫ്ഐആറിലെ മുഖ്യപ്രതി ദേവപ്രകാശ് മധുക്കറിനെതിരെ ജാമ്യമില്ലാ വാറണ്ട്. വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് പോലീസ്. പ്രാർത്ഥനാ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 121 പേർ. ഹത്രസ് ദുരന്തം നടന്ന 2 ദിവസം പിന്നിടുമ്പോഴും ആൾദൈവം ഭോലെ ബാബയ്ക്കെതിരെ കേസെടുക്കാതെ UP പോലീസ്. ബാബയെ തേടി ആശ്രമത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്ന് മെയിൻപുരി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സുനിൽ കുമാർ പറഞ്ഞു. 121 പേരാണ് ഹത്രസ് ദുരന്തത്തിൽ മരിച്ചത്. പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ദേവപ്രകാശ് മധുക്കറിനും മറ്റ് സംഘാടകർക്കുമെതിരെയും കേസെടുത്തു പോലീസ്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ 3-അംഗ ജുഡീഷ്യൽ പാനലിനെ നിയമിച്ച UP സർക്കാർ. ഹത്രസിൽ 121 പേർ മരിക്കാനിടയായ ദുരന്തത്തിന് കാരണക്കാർ സാമൂഹിക വിരുദ്ധരാണെന്ന് ആൾദൈവം നാരായൺ സക്കർ ഭോലെ ബാബ. തിരക്ക് സൃഷ്ടിച്ച സാമൂഹിക വിരുദ്ധർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭോലെ ബാബ. ദുരന്തത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഭോലെ ബാബ ഇക്കാര്യം അറിയിച്ചത് അഭിഭാഷകന്റെ പ്രസ്താവനയിലൂടെ. ദുരന്തത്തിൽ ദുഃഖമുണ്ടെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ഭോലെ ബാബ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലെന്ന് CBI. ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്ന് CBIയുടെ പിടിയിലായത് അമൻ സിംഗ് എന്നയാൾ. ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 7 പേർ. ചോദ്യപേപ്പർ ചോർത്തി നൽകിയതിന് 10 ലക്ഷം രൂപ വരെ വാങ്ങിയ സ്വകാര്യ സ്കൂൾ ഉടമ ദീക്ഷിത് പട്ടേൽ ഇന്നലെ ജാർഖണ്ഡിൽ പിടിയിലായിരുന്നു. നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധിച്ചുള്ള SFIയുടെ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റം. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ച് പോലീസ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. SFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലും സംഘർഷം. താൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനെന്ന മുഖ്യമന്ത്രി സഭയിൽ. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. പ്രതികരണം മുഖ്യമന്ത്രി മഹാരാജാവല്ലെന്ന VD സതീശന്റെ വിമർശനത്തിൽ. കാര്യവട്ടം സംഘർഷത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ. കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുറത്തുനിന്ന് ഒരാൾ ക്യാമ്പസിൽ പ്രവേശിച്ചതിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നും ഇടിമുറികളിലൂടെ വളർന്ന പ്രസ്ഥാനമല്ല SFI എന്നും മുഖ്യമന്ത്രി സഭയിൽ. SFIയെ അധിക്ഷേപിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ SFIയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയോട് ഈ ഗുണ്ടാപ്പട CPMനെയും കൊണ്ടേ പോകൂ എന്ന് തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ത് വൃത്തികേടിനും ലൈസൻസ് നൽകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. SFI കേരളത്തിൽ ബാധ്യതയായി മാറിയെന്നാരോപിച്ച് M വിൻസെന്റ് MLA. SFI തുടരുന്ന
പ്രാകൃതമായ സംസ്കാരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥവും ആശയത്തിന്റെ ആഴവും അറിയില്ല. കാര്യങ്ങൾ ശരിയായി പഠിപ്പിക്കണം, തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വത്തിന്റെ രൂക്ഷ വിമർശനം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ SFIയെ ന്യായീകരിച്ചതിന് പിന്നാലെ. ആ ശൈലി തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. SFIയിലെ സുഹൃത്തുക്കൾ, സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. ഇതിൻ്റെ ആരംഭം 1936-ലാണ്. AISFൻ്റെ പിറവിയാണ് അതിൻ്റെ ആരംഭം. SFIയെ വിമർശിച്ച് സുപ്രഭാതം എഡിറ്റോറിയൽ. വിദ്യാർത്ഥികൾ വിദേശ രാജ്യത്ത് പോകുന്നതിന് സർക്കാർ വിലപിച്ചിട്ട് കാര്യമില്ല. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിൽ SFIയുടെ പ്രവർത്തന ശൈലിയുമായി ബന്ധമുണ്ടോ എന്ന നേതൃത്വം പരിശോധിക്കണമെന്ന വിമർശനം. ക്യാമ്പസുകളെ SFI മനുഷ്യാവകാശ ലംഘന കേന്ദ്രങ്ങളായി മാറ്റുന്നതിൽ നടപടി ഉണ്ടാവണമെന്നും മുഖപ്രസംഗത്തിൽ. AKG സെന്റർ ആക്രമണ കേസിൽ കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട ആളുകളാണ് പിടിയിലായതെന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം പിടിയിലായ വ്യക്തി മുഖ്യ ആസൂത്രകൻ. ഇയാൾ KPCC പ്രസിഡന്റിന്റെ അടുത്ത അനുയായിയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും സഭയിൽ. നാടൻ കലാകാരന്മാരെ സംരക്ഷിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ കേരളീയം സംഘടിപ്പിച്ചത് ഇതിനെല്ലാം വേണ്ടി. പരിപാടിക്ക് ആളുണ്ടാകില്ല എന്ന് പ്രചരിപ്പിച്ചവരെ അമ്പരിപ്പിച്ച പങ്കാളിത്തം കേരളീയത്തിൽ ഉണ്ടായെന്നും മുഖ്യമന്ത്രി. പരാമർശം തിരുവനന്തപുരത്ത് കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സംസാരിക്കവേ. SSLC വിഷയം നിയമസഭയിൽ. ഓൾ പാസ് പരാമർശം പർവ്വതീകരിച്ച് കാണിക്കേണ്ടെന്ന് സജി ചെറിയാൻ സഭയിൽ. 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണെന്നും മന്ത്രിയുടെ പരാമർശം പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടിയെന്നും പറഞ്ഞതിൽ ചർച്ച നടക്കട്ടെയെന്നും മന്ത്രി ശിവൻകുട്ടി. കോൺഗ്രസിൽ കൂടോത്ര വിവാദം. കണ്ണൂർ നാടിലെ K. സുധാകരന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണ്ടെത്തിയത് കൂടോത്രം ചെയ്തതിന്റെ അവശിഷ്ടങ്ങളെന്ന ഒരു വിഭാഗം. മന്ത്രവാദിയെ വിളിച്ചു വരുത്തി വസ്തുക്കൾ കണ്ടെടുത്ത സുധാകരൻ ഭസ്മമാകാതെ ബാക്കിയായല്ലോ എന്ന അവശിഷ്ടങ്ങൾ കണ്ട് സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താനോട്. കണ്ണൂരിലെ വീട്ടിൽ കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരിക്കാതെ KPCC പ്രസിഡന്റ് K. സുധാകരൻ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയാനില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് VD സതീശൻ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പുനരുദ്ധാരണ നടപടികൾ വേഗത്തിലാക്കുവാൻ നടപടിയുമായി സർക്കാർ. പ്രത്യേക ഒറ്റത്തവണ വായ്പാ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കും. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 8 കോടി രൂപ കൂടി അനുവദിക്കുവാനും തീരുമാനം. കാര്യവട്ടം സംഘർഷത്തിൽ SFIയെ ന്യായീകരിക്കാതെയും പ്രതിരോധിച്ചും മന്ത്രി MP രാജേഷ്. SFIയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ലാത്തത് KSUവിന്റെ തെറ്റും തള്ളിപ്പറയേണ്ടതല്ലേ എന്നും ചോദ്യം. ധീരജിന്റെ അമ്മയുടെ കണ്ണീർ കാണാതെ പ്രതിപക്ഷം കാപട്യം കാണിക്കുന്നുവെന്നും MP രാജേഷ്. ഇവിടുത്തെ മന്ത്രി എവിടെ പോയിരുന്നു? ഇവിടുത്തെ MLA എവിടെ പോയിരുന്നു? പാവങ്ങൾ മരിക്കുന്ന സമയത്ത് മാത്രം അവരെ വീട്ടിൽ ഒന്ന് പോയി നോക്കൂ. അവരെ കുട്ടികൾ കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? അവരെ കുട്ടികൾ അത്യാവശ്യ കാര്യങ്ങൾ, വിദ്യാഭ്യാസ ചെലവുകൾ ആര് നോക്കുന്നു? എത്രയോ പാവപ്പെട്ട കുടുംബങ്ങൾ ഇന്ന് അനാഥയായി
ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ഈ സർക്കാർ അവർക്ക് വേണ്ടി മുതലപ്പൊഴിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഉന്നതതല യോഗത്തിനിടെ സംഘർഷം. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മന്ത്രിയെ പ്രവർത്തകർ തടഞ്ഞു. ചർച്ച BJP അംഗങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചെന്ന് പ്രതിഷേധക്കാർ. കേരള ഘടകത്തിന്റെ നിലപാടുകൾ കേന്ദ്രം തള്ളിയെന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പോരായ്മകളും കുറവുകളും പരിഹരിച്ച് പാർട്ടി തിരിച്ചുവരും. സംസ്ഥാന കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കും. ഇന്ത്യ സഖ്യം ഒരു സംസ്ഥാന ഘടകത്തിലും ഇല്ലായിരുന്നു, ദേശീയ തലത്തിൽ മാത്രമായിരുന്നുവെന്നും യെച്ചൂരി. പള്ളിത്തർക്കത്തിൽ നിലപാട് വ്യക്തമാക്കി യാക്കോബായ സഭ. പള്ളികൾ പിടിച്ചെടുക്കുവാൻ വന്നാൽ പ്രതിഷേധം തുടരുമെന്ന് മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നതിന് പരിഹാരമായി നിയമനിർമ്മാണം കൊണ്ടുവരണം, അല്ലെങ്കിൽ സർക്കാർ എതിർവിഭാഗവുമായി ചർച്ച നടത്തി സമവായത്തിലെത്തിക്കണമെന്നും യാക്കോബായ സഭ മെത്രാപ്പോലിത്ത. സുപ്രീം കോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം എന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് ഓർത്തഡോക്സ് സഭ. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും വിധി നടപ്പാക്കാനെത്തുന്നവരെ തടയുകയും അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അപലപനീയം. കോടതി വിധി അംഗീകരിക്കുന്നെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറെന്നും ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീഷ് കൊറപ്പിസ്കോപ്പ. സംസ്ഥാനത്തെ ഭാരത് അരി വിതരണം അവതാളത്തിൽ. അരി വിൽപ്പനയുടെ പണം ഡിജിറ്റലായി മാത്രം വാങ്ങണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഡിജിറ്റൽ പണമിടപാടിൽ വലഞ്ഞു ജനങ്ങൾ. അരി വിതരണം നിലയ്ക്കുന്നുവെന്ന വിതരണക്കാരും. കേന്ദ്ര ഏജൻസിയായ NCCF നിർദ്ദേശം നൽകിയത് ജൂൺ 14-ന്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. 8, 9 തീയതികളിൽ റേഷൻ കട അടച്ചിട്ട് പണിമുടക്കും. ഭക്ഷ്യധനവകുപ്പ് മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയം. വ്യാപാരികൾ മുന്നോട്ട് വെച്ച ഒരാവശ്യവും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് കടക്കുമെന്നും ജോണി നെല്ലൂർ. സമരം സൗജന്യ കിറ്റ് വിതരണത്തിലെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടി. കണ്ണൂരിൽ കാറിടിച്ച് കാൽനടയാത്രിക മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. നടപടി കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ CPO ലിതേഷിനെതിരെ. മുണ്ടേരി സ്വദേശിനി ബീനയാണ് ഇന്നലെ കാറിടിച്ച് മരണമടഞ്ഞത്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. രാജ്ഭവനിൽ വച്ച് പീഡിപ്പിച്ചതായി യുവതിയുടെ പരാതി. ലൈംഗിക പീഡനം നടത്തിയാൽ ക്രിമിനൽ കേസുകളിൽ നിന്ന് ഗവർണർമാർക്ക് ഭരണഘടനാപരമായ പരിരക്ഷ ലഭിക്കുമോ എന്ന് കോടതി പരിശോധിക്കണം. ഗവർണറുടെ പരിരക്ഷ കാരണം തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു. തനിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകണമെന്നും മാനഹാനിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിക്കാരി. ലക്ഷദ്വീപിലെ പണ്ടാരഭൂമി ഏറ്റെടുക്കൽ നടപടി തടഞ്ഞ് ഹൈക്കോടതി. കളക്ടറുടെ ഉത്തരവിലെ നടപടികൾ ഈ മാസം 19 വരെ സ്റ്റേ ചെയ്തു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് നോട്ടീസ് അയക്കുവാനും ഉത്തരവ് ഡോക്ടർ മുഹമ്മദ് സാദിഖ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ. സർവേ നടത്തുവാൻ ഇന്ന് രാവിലെ എത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത് കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്. 15-ലധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ.
മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായി സംശയം. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച അന്വേഷണ സംഘത്തിൽ 21 ഉദ്യോഗസ്ഥർ. കലയുടെ ഭർത്താവ് അനിലിനെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നീക്കം ശക്തമാക്കി പോലീസ്. അനിൽ ഇസ്രയേലിൽ ആശുപത്രിയിലെന്ന സൂചന. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ NIA. കൊച്ചി NIA കോടതിയിലേക്ക് കേസ് മാറ്റിയ ശേഷം അപേക്ഷ നൽകാൻ തീരുമാനം. അന്വേഷണ ചുമതല NIA കൊച്ചി യൂണിറ്റിന്. NIA അന്വേഷണം കച്ചവടത്തിലൂടെ ലഭിച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ. കോഴിക്കോട് എലത്തൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം, 73 പേർക്ക് പരിക്ക്. സ്വകാര്യ ബസ് മറിഞ്ഞത് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിനിടയാക്കിയത് അമിത വേഗം. കോട്ടയം വൈക്കം വെച്ചൂരിൽ പക്ഷിപ്പനി. രോഗം സ്ഥിരീകരിച്ചത് ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലത്തിൽ. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 500 പക്ഷികളെ ഇന്ന് ദയാവധം നടത്തി സംസ്കരിക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ചിടത്ത് നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവ് അണുബാധ മേഖലയായും 1 മുതൽ 10 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവ് നിരീക്ഷണ മേഖലയായും കണക്കാക്കി മൃഗസംരക്ഷണ വകുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന 12 വയസ്സുകാരൻ മരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഫറോക്ക് സ്വദേശി മൃദുൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 3 ആയി. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലിരുന്ന കുട്ടിയുടെ ഫലം നെഗറ്റീവ്. മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി ഹൈക്കോടതി. ജസ്റ്റിസ് കെ ബാബുവിന്റെ പരിഗണനയിലുള്ളത് ഇല്ലാത്ത സേവനത്തിന് CMRL കമ്പനി പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ റിവിഷൻ ഹർജി. ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർക്കാനും കോടതിയുടെ നിർദ്ദേശം. മലപ്പുറം തിരൂരങ്ങാടിയിലെ വ്യാജ RC നിർമ്മാണം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വ്യാജ RCയിലുള്ള ഉടമകളിൽ നിന്ന് 5 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പുകാർ കൃത്രിമം കാണിച്ചത് ഓൺലൈനായെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിലെ പഴുതുപയോഗിച്ചെന്നും പോലീസിനോട് RTO അധികൃതർ. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ജീവിതം ദുരിതത്തിൽ. പൊളിഞ്ഞു വീഴാറായ കെട്ടിടവും അസൗകര്യങ്ങളും. ഹോസ്റ്റലിൽ 300ഓളം വിദ്യാർത്ഥികളാണ് ഉള്ളത്. ശുചിമുറികളും ശോചനീയാവസ്ഥയിൽ. ചിറയിൻകീഴിൽ പെരുമ്പാമ്പിനെ പിടികൂടിയത് ഇരട്ടക്കലുങ്ക് അപ്പോളോ കോളനിയിൽ രാജുവിന്റെ വീട്ടിൽ നിന്ന്. പാലോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. പാമ്പിന് 15 കിലോയോളം തൂക്കം വരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും. മഴയെത്തിയതോടെ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ മാസം ഡാമിലേക്ക് ഒഴുകിയെത്തിയത് 39.19 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം. കൊല്ലം അഷ്ടമുടിക്കായലിലെ ജൈവ സമ്പത്തിന് വെല്ലുവിളിയായി മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണിത്. കേരള സർവകലാശാലയിലെ അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം നടത്തിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമായ എടവനക്കാട് മേഖലയിൽ ടെട്രാപോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരാഹാര സമരമടക്കമുള്ള പ്രതിഷേധത്തിനൊരുങ്ങി ജനകീയ സമിതി. ഇന്ന് മന്ത്രിയുമായി സംസാരിച്ച ശേഷം കളക്ടർ അന്തിമ തീരുമാനം അറിയിക്കും.
കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഫിനെ നിയമിച്ച കേന്ദ്ര നിയമ മന്ത്രാലയം. ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ നിലവിൽ കേരള ഹൈക്കോടതിയിൽ ഏറ്റവും സീനിയറാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഫ്. നിയമനം ചീഫ് ജസ്റ്റിസ് AJ ദേശായി വെള്ളിയാഴ്ച വിരമിക്കുന്ന സാഹചര്യത്തിൽ വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിക്ക് ഫുൾ കോർട്ട് റഫറൻസിലൂടെ യാത്രയയപ്പ് നൽകി. ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ നടന്ന ചടങ്ങിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി തുടങ്ങിയവരും പങ്കെടുത്തു. മുപ്പത്തിരണ്ടുകാരിയുടെ പിത്താശയത്തിൽ 1500 കല്ലുകൾ. പിത്താശയവും ചെറുതും വലുതുമായ കല്ലുകളും നീക്കം ചെയ്ത ഡോക്ടർമാർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ഡൽഹി സർ ഗംഗ റാം ആശുപത്രിയിൽ. യുവതി ചികിത്സ തേടിയത് അതിതീവ്രമായ വയറുവേദനയും ദഹന പ്രശ്നങ്ങളെയും തുടർന്ന്. പിത്താശയ കല്ലുകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് നിരന്തരം ജങ്ക് ഫുഡ് ധാരാളമായി കഴിച്ചതിനെ തുടർന്നെന്ന് ഡോക്ടർമാർ. ബംഗളൂരുവിൽ മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിച്ചതിന് സുരക്ഷാ ജീവനക്കാരനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് ബീഹാർ സ്വദേശി ജയ് കിഷോർ റായ്. കൊലപ്പെടുത്തിയ വിദ്യാർത്ഥി ഭാർഗവ് ജ്യോതി ബർമനെ അറസ്റ്റ് ചെയ്ത പോലീസ്. കൊലപാതകം നടന്നത് ഇന്നലെ കെമ്പാപുര സിന്ധി കോളേജ് ക്യാമ്പസിൽ. ബീഹാറിൽ 2 ജില്ലകളിലായി ഇന്നലെ 4 പാലങ്ങൾ കൂടി തകർന്നു. 3 പാലങ്ങൾ തകർന്നത് സിവാൻ ജില്ലയിലും 1 പാലം സരൺ ജില്ലയിലും. ഇതോടെ 17 ദിവസത്തിനിടെ ബീഹാറിൽ തകർന്ന പാലങ്ങളുടെ എണ്ണം 10ആയി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി പാലങ്ങൾ തകർന്നത് മധുബനി, അരാരിയ, ഈസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് തുടങ്ങിയ ജില്ലകളിൽ. വടക്കൻ ബീഹാർ നദികളിലെ ജലനിരപ്പ് നിരീക്ഷിക്കുവാൻ ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകി ജലവിഭവ വകുപ്പ്. ബീഹാറിലെ എല്ലാ പാലങ്ങളുടെയും ഓഡിറ്റ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. സംസ്ഥാനത്ത് നിലവിലുള്ളതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ എല്ലാ പാലങ്ങളുടെയും നിർമ്മാണ തല ഓഡിറ്റും ബലക്ഷയമുള്ളവ പൊളിക്കാനോ പുതുക്കി നിർമ്മിക്കാനോ ഉള്ള നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ. സംസ്ഥാനത്ത് 15 ദിവസത്തിനുള്ളിൽ തകർന്നത് 9 പാലങ്ങളാണ്. വിഷയത്തിൽ കോടതിയുടെ അടിയന്തര പരിഗണന ആവശ്യമെന്നും ഹർജിക്കാരനും അഭിഭാഷകനുമായ ബ്രജേഷ് സിംഗ്. നിശബ്ദ കൊലയാളിയായ PM 2.5 കണങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ. ദേശീയ തലസ്ഥാനത്ത് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട വർഷത്തിൽ 12,000 മരണങ്ങളെന്ന പഠനം. ഇത് മൊത്തം മരണത്തിന്റെ 11.5%. പഠനം പ്രസിദ്ധീകരിച്ച ദി ലാൻസെറ്റ് പ്ലാനറ്ററി ഹെൽത്ത് ജേണൽ. അപകടകാരിയായ PM 2.5 കണങ്ങൾ ഹൃദയ ശ്വാസകോശ രോഗങ്ങളിലൂടെ അകാല മരണത്തിലേക്ക് നയിക്കുമെന്നും പഠനത്തിൽ. അസാമിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 46ആയി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 8 മരണം. 3 പേരെ കാണാതായി. 29 ജില്ലകളിലായി 16 ലക്ഷത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചുവെന്ന് റിപ്പോർട്ട്. 74 റോഡുകളും 6 പാലങ്ങളും തകർന്നു. അസാമിലെ എല്ലാ നദികളും കരകവിഞ്ഞൊഴുകുകയാണ്. ഗുജറാത്തിൽ മഴ ശക്തം. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവിധ ഭാഗങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. മഴ കനത്തതോടെ പാലൻപൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ. നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ 100ഓളം റോഡുകൾ അടച്ചു. മലയോര മേഖലയിൽ റെഡ് അലർട്ട്. അളകനന്ദ നദിയിലെ വെള്ളപ്പൊക്കത്തിൽ 10 അടി ഉയരമുള്ള ശിവവിഗ്രഹം മുങ്ങി. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
ഡൽഹി വാരാണസി റൂട്ടിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ ചോർച്ച. ട്രെയിനിന്റെ മേൽക്കൂരയിൽ നിന്നും വെള്ളം വീഴുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്നാൽ പൈപ്പ് ലൈനിലെ താൽക്കാലിക തടസ്സമാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരതിൽ ടിക്കറ്റ് ഇല്ലാതെ ആളുകൾ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. രാജ്യസഭയിലെ നേതാക്കളെ തീരുമാനിച്ച് CPM. ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ രാജ്യസഭാ കക്ഷി നേതാവായും ജോൺ ബ്രിട്ടാസ് ഉപനേതാവുമായി നിശ്ചയിച്ചു. CPMന് രാജ്യസഭയിലാകെ 4 അംഗങ്ങൾ. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് അമൃത്പാൽ സിംഗിന് ലോക്സഭാ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പരോള്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുന്ന അമൃത്പാൽ സിംഗിന് പരോൾ അനുവദിച്ചത് 4 ദിവസത്തേക്ക്. അമൃത്പാൽ സിംഗ് ജയിലിൽ കഴിയുന്നതിനിടെ ലോക്സഭയിലേക്ക് ജയിച്ചത് പഞ്ചാബിലെ ഹദൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന്. സത്യപ്രതിജ്ഞ നാളെ. സിനിമാ താരവും MP-യുമായ കങ്കണ റണാവത്തിനെ തല്ലിയ CISF കോൺസ്റ്റബിളിന് സ്ഥലം മാറ്റം. കുൽവീന്ദർ കൗറിനെ സ്ഥലം മാറ്റിയത് കർണാടക CISF 10 ബറ്റാലിയനിലേക്ക്. നിലവിൽ കൗർ സസ്പെൻഷനിലാണ്. വിമാനത്താവളത്തിൽ കങ്കണയെ തല്ലിയത് ജൂൺ 6-നായിരുന്നു. കങ്കണയെ അടിച്ചത് രാജ്യത്ത് നടന്ന കർഷക സമരങ്ങളോടുള്ള കങ്കണ റണാവത്തിന്റെ നിലപാടിനോടുള്ള അതൃപ്തിയെ തുടർന്നെന്ന് കൗറിന്റെ വിശദീകരണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാട്ടിലെത്തിക്കുവാൻ വിമാനം വിട്ടു നൽകിയ സംഭവത്തിൽ എയർ ഇന്ത്യയുടെ റിപ്പോർട്ട് തേടി DGCA. വിശദീകരണം തേടിയത് നേരത്തെ നിശ്ചയിച്ച യാത്ര റദ്ദാക്കി ഇന്ത്യൻ ടീമിനായി വിമാനം നൽകിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന്. വിമാനം റദ്ദാക്കിയതോടെ നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം വിവരം യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചതായി എയർ ഇന്ത്യയുടെ വിശദീകരണം. മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പ്രായാധിക്യത്താലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്വാനി യൂറോളജി വിഭാഗത്തിൽ ചികിത്സയിൽ. അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് 98 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയെന്ന സൈന്യം നിലപാട് അറിയിച്ചത് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ തുടർന്ന്. രാഹുലിന്റെ വിമർശനത്തെ തള്ളി രാജ്നാഥ് സിംഗ്. ദീപാവലിക്ക് 1.5 പെഗ്ഗിന്റെ മദ്യക്കുപ്പികളുമായി തമിഴ്നാട് സർക്കാർ. ടാസ്മാക്കിലൂടെ വിൽക്കുന്നത് 90 മില്ലിയുടെ കുപ്പികൾ. ആളുകളുടെ അമിത മദ്യ ഉപയോഗം കുറയ്ക്കുകയാണ് ലക്ഷ്യം. കള്ളക്കുറിശ്ശിയിൽ മദ്യദുരന്തം കൂടി കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയും കനേഡിയൻ വ്യവസായിയുമായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് അമേരിക്ക. റാണയെ ആവശ്യപ്പെടുവാൻ ഇന്ത്യക്ക് പൂർണ്ണമായും അവകാശമുണ്ടെന്ന് US കോടതി വിധി. റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത് ലോസ് ഏഞ്ചലസിലെ ശിക്ഷ പൂർത്തിയാക്കി ജയിൽ മോചനത്തിന് ഒരുങ്ങവേ. റാണയെ ഇന്ത്യയിലെത്തിക്കുന്നത് വേഗത്തിലാക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര. മധ്യ ഇന്തോനേഷ്യയിലെ ദക്ഷിണ സുലവേസിയിൽ കുഞ്ഞിന് മരുന്ന് വാങ്ങുവാൻ പോയ 36-കാരിയെ പാമ്പ് വിഴുങ്ങി. മരുന്ന് വാങ്ങുവാൻ പോയ സിറിയം മടങ്ങിയെത്താത്തതോടെ ആരംഭിച്ച തിരച്ചിലിൽ യുവതിയുടെ ചെരുപ്പ് കണ്ടെത്തി. തുടർന്ന് പ്രദേശത്ത് നടത്തിയ വ്യാപക തിരച്ചിലിൽ പെരുമ്പാമ്പ് യുവതിയെ വിഴുങ്ങിയെന്ന് കണ്ടെത്തുകയായിരുന്നു. വടക്കൻ ഓസ്ട്രേലിയയിൽ കാണാതായ 12-കാരന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പോലീസ്. ചൊവ്വാഴ്ച വൈകുന്നേരം നീന്തുന്നതിനിടെ കാണാതായ കുട്ടിയെ മുതല ആക്രമിച്ചതായി സംശയിച്ച പോലീസ്. കുട്ടിയും കുടുംബവും അവധി ആഘോഷിക്കാനെത്തിയതിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു കറുത്ത മുതലയെ കണ്ടതായും പോലീസ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ
മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി ജർമ്മനിയുടെ ആദ്യ ആഫ്രിക്കൻ വംശജനായ MP കറാമ്പ ഡയബി. തീരുമാനം വംശീയ അധിക്ഷേപങ്ങളും വധഭീഷണിയും ഉൾപ്പെടെയുള്ള മെയിലുകൾ കറാമ്പയ്ക്കും സഹപ്രവർത്തകർക്കും ലഭിച്ചതിന് പിന്നാലെ. തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നത് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവാക്കാനും യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ഉറപ്പാക്കുന്നതിനും വേണ്ടിയെന്ന് കറാമ്പ ഡയബി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയേക്കും. 81-കാരനായ ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ശക്തം. തീരുമാനം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിലെ ദയനീയ പ്രകടനത്തെ തുടർന്ന്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് നിൽക്കില്ലെന്ന് ബൈഡൻ സഹപ്രവർത്തകരെ അറിയിച്ചതായി വിദേശ മാധ്യമങ്ങൾ. ബൈഡന്റെ പിന്മാറ്റ വാർത്തകൾ നിഷേധിച്ച് വൈറ്റ് ഹൗസ്. ബ്രിട്ടനിൽ പൊതുതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി കനത്ത പരാജയം നേരിടുമെന്ന് അഭിപ്രായ സർവേ. കെയർ സ്റ്റാർമർ നേതാവായ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്നും പ്രവചനം. കൊളറാഡോയിൽ മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ വകുപ്പ് അറിയിച്ചു. കൺജക്റ്റിവൈറ്റിസ് അഥവാ പിങ്ക് ഐ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ രോഗബാധിതരിൽ കണ്ടെത്തി. നേപ്പാളിലെ രാഷ്ട്രീയ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പ്രചണ്ഡ സർക്കാർ വീണു. പുഷ്പകമാൽ ദഹൽ സർക്കാർ വീണത് 8 സഖ്യമന്ത്രിമാർ കൂട്ടത്തോടെ രാജിവെച്ചതോടെ. ഷെർ ബഹാദൂർ ദുബെയുടെയും മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെയും നേതൃത്വത്തിൽ പുതിയ സഖ്യം രൂപീകരിക്കാൻ നീക്കം. രാഷ്ട്രീയ അസ്ഥിരതയും മുന്നണി മാറ്റവും നിത്യസംഭവങ്ങളായ നേപ്പാളിൽ പ്രചണ്ഡ സർക്കാർ വിശ്വാസ വോട്ട് നേടിയത് കഴിഞ്ഞ മാർച്ച് 13-ന്. എല്ലാ വർഷവും നവംബർ 24 ലോക സയാമീസ് ദിനമായി ആചരിക്കാൻ UN ജനറൽ അസംബ്ലിയുടെ തീരുമാനം. ബഹ്റൈൻ, മൊറോക്കോ, ഖത്തർ, യമൻ എന്നീ രാജ്യങ്ങളുടെ സഹകരണത്തോടെ സൗദി അറേബ്യ മുൻകൈയെടുത്താണ് തീരുമാനമെടുപ്പിച്ചത്. സയാമീസ് ഇരട്ടകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് ഇങ്ങനെയൊരു ദിനമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ സൗദി പ്രതിനിധി ഡോക്ടർ അബ്ദുൾ അസീസ്. മികച്ച സിനിമയ്ക്കുള്ള കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കാതൽ ദിക്കോറിന്. കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചലച്ചിത്ര നിർമ്മാതാവ് JJ കുറ്റിക്കാട് പുരസ്കാര വിതരണം ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ചിത്രത്തിന്റെ സംവിധായകൻ ജിയോ ബേബിയും പുരസ്കാരം ഏറ്റുവാങ്ങി. ഉണ്ണിമുകുന്ദന്റെ തമിഴ് ചിത്രം ഗരുഡൻ OTT-യിൽ. ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. വെട്രിമാരൻ തിരക്കഥ ഒരുക്കിയ ചിത്രത്തിൽ സൂര്യയും ശശികുമാറുമാണ് മറ്റ് നായക കഥാപാത്രങ്ങൾ. BMW ബൈക്കുമായി നടി മഞ്ജു വാര്യർ. തന്റെ ബൈക്ക് റൈഡിന്റെ പുതിയ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് മഞ്ജു വാര്യർ BMW ബൈക്ക് സ്വന്തമാക്കുന്നത്. വീഴുന്നു, ചെളിയിൽ പുരളുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ക്യാപ്ഷനോടൊപ്പമാണ് മഞ്ജു ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറിന് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം UK നാഷണൽ ഫിലിം അവാർഡിൽ. ധനുഷിന്റെ 40-ാം ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. ആഗോള ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചിരുന്നു. ടൊവിനോ തോമസ് നിർമ്മിക്കുന്ന ചിത്രം മരണമാസിന്റെ പൂജ നടന്നു. കൊച്ചി അഞ്ചുമന ക്ഷേത്രത്തിലായിരുന്നു പൂജ. നവാഗതനായി ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായകനായി ബേസിൽ ജോസഫാണ് എത്തുന്നത്. രാജേഷ് മാധവൻ, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും താരങ്ങളും പൂജാ ചടങ്ങിൽ പങ്കെടുത്തു.
അതിഗംഭീര സംഘടന രംഗങ്ങളുമായി ഇടിയൻ ചന്തു തിയേറ്ററുകളിലേക്ക്. അടുത്ത 19-നാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായെത്തുന്ന ചിത്രം ആക്ഷൻ പാക്ഡ് എന്റർടൈനർ ആണ്. ആക്ഷൻ വിസ്മയം പീറ്റർ ഹേനാണ് ചിത്രത്തിന്റെ സംഘടന രംഗങ്ങൾ ഒരുക്കിയത്. പ്രഭാസ് നായകനായി എത്തിയ കൽക്കി 2898 AD വൻ ഹിറ്റിലേക്ക്. രാജ്യമൊട്ടാകെ വൻ സ്വീകാര്യത നേടാൻ ചിത്രത്തിനായി ആഗോളതലത്തിൽ കൽക്കി 700 കോടിയിലധികം നേടിയതായാണ് റിപ്പോർട്ട്. 6 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് 16.07 കോടി. പുറത്തുവിട്ട സക്സസ് ട്രെയിലറും വൻ ഹിറ്റായി മാറി. ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ ജപ്പാനിൽ റിലീസിനൊരുങ്ങുന്നു. ഈ വർഷം നവംബർ 29-ന് ചിത്രം ജപ്പാനിൽ റിലീസ് ചെയ്യും. ജപ്പാനിലെ ഇന്ത്യൻ സിനിമയുടെ പ്രശസ്ത വിതരണക്കാരായ ട്വിന്നാണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 65 രൂപയും പവന് 520 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 6700 രൂപയും പവന് 53,600 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണ് ഇത്. ഇന്റർനെറ്റ് വേഗതയിൽ റെക്കോർഡുകൾ ഭേദിച്ച് ജപ്പാൻ. ഇനി ഒരു സെക്കൻഡിൽ 12,500 സിനിമകൾ ഡൗൺലോഡ് ചെയ്യാം. ജപ്പാന്റെ ഈ നേട്ടം റെക്കോർഡുകൾ ഭേദിച്ച സെക്കൻഡിൽ 402 ടെറാബിറ്റാണ് ഡേറ്റാ വേഗത. പുതിയ ഇന്റർനെറ്റ് വേഗതയ്ക്ക് പിന്നിൽ ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി. ജപ്പാനിൽ ട്രെയിൻ ലൈൻ പരിപാലിക്കുവാൻ റോബോട്ടുകളുടെ നിർമ്മിതി 1980-ലെ സയൻസ് ഫിക്ഷനിൽ കാണുന്ന ഭീമാകാരമായ റോബോട്ടിന് സമാനമായി. 40 അടിയോളം ഉയരമുള്ള റോബോട്ടുകളുടെ പ്രവർത്തനം ആരംഭിക്കുക ഈ മാസം തന്നെ. കിലോമീറ്ററിന് വെറും 519 രൂപ ചിലവ് വാഗ്ദാനം ചെയ്ത് MG മോട്ടോഴ്സ്. കമ്പനിയുടെ വമ്പൻ മൈലേജ് ഓഫർ MGയുടെ അഭിമാന വാഹനമായ കോമറ്റിന്. ഒറ്റ ചാർജിൽ 230 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന വണ്ടിക്ക് 1000 കിലോമീറ്റർ സഞ്ചരിക്കാൻ വെറും 519 രൂപയുടെ വൈദ്യുതി മതിയെന്നും കമ്പനിയുടെ വാദം. ജൂലൈയിൽ 1.5 ലക്ഷം വരെ കിഴിവ് പ്രഖ്യാപിച്ച ഫോക്സ് വാഗൺ. കമ്പനിയുടെ വമ്പൻ കിഴിവ് ബ്രാൻഡിന്റെ ജനപ്രിയ ആഡംബര സെഡാൻ മോഡലായ വിർഡസിന്. ക്യാഷ് ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ്, ലോയൽറ്റി ബോണസ് തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് കമ്പനി വാഗ്ദാനം. തീരുമാനം വണ്ടിയുടെ ശേഷിക്കുന്ന സ്റ്റോക്കുകൾ വിറ്റഴിക്കുവാൻ. വണ്ടിയുടെ എക്സ് ഷോറൂം വില 11.56 ലക്ഷം. ടെലികോം ഓപ്പറേറ്റർമാരുടെ താരിഫ് വർധന താങ്ങാനാവാത്തതെന്ന് BSNL ലേബർ യൂണിയൻ. 4G, 5G സേവനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ അതിവേഗ ഡേറ്റാ സേവനങ്ങൾ നഷ്ടപ്പെട്ട BSNL ഉപഭോക്താക്കൾ എയർടെല്ലിലേക്കും ജിയോയിലേക്കും മാറാൻ തുടങ്ങിയതായും മന്ത്രിക്ക് അയച്ച കത്തിൽ BSNL. 2024-ൽ മാത്രം BSNL നഷ്ടമായത് 23.54 ലക്ഷം ഉപഭോക്താക്കളെ. OpenAI കരാറിൽ ഒപ്പുവെച്ച ആപ്പിൾ. OpenAIയുടെ ഡയറക്ടർ ബോർഡിൽ ആപ്പിളിന് നിരീക്ഷക സ്ഥാനം. ആപ്പിളിന്റെ ആപ്പ് സ്റ്റോർ മേധാവിയും മുൻ മാർക്കറ്റിംഗ് മേധാവിയുമായ ഫിൽ ഷെല്ലർ ആപ്പിളിനെ പ്രതിനിധീകരിച്ച് OpenAIയുടെ ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ത്യൻ ടീമിന് വിരുന്നൊരുക്കിയ പ്രധാനമന്ത്രി. ടീം അംഗങ്ങളുമായി വസതിയിൽ കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി. ടീം അംഗങ്ങൾക്ക് അഭിനന്ദനം. ഹൃദയം കവരുന്ന പ്രകടനമാണ് ലോകകപ്പിൽ ഇന്ത്യ നടത്തിയതെന്ന് മോദി.
കോപ്പ അമേരിക്ക ക്വാർട്ടർ പോരിന് നാളെ തുടക്കം. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇക്വഡോറിനെ നേരിടും. മത്സരം രാവിലെ 6:30. സൂപ്പർ താരം മെസ്സി കളിക്കുന്ന കാര്യത്തിൽ ആശങ്ക. യൂറോ കപ്പിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. സൂപ്പർ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും ജർമ്മനിയും നേർക്കുനേർ. മത്സരം രാത്രി 9:30. രണ്ടാം ക്വാർട്ടറിൽ പോർച്ചുഗലിന് ഫ്രാൻസ് എതിരാളികൾ. ഒക്ടോബറിൽ ത്രിരാഷ്ട്ര പരമ്പരയിൽ കളിക്കാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം. വിയറ്റ്നാമും ലബനോനും മറ്റു ടീമുകൾ പുതിയ പരിശീലകനെയും ഉടൻ തീരുമാനിക്കും. യൂറോയിൽ ഗോൾ നേടിയ തുർക്കി താരം മെറി ദെമിറാലിനെതിരെ യുവേഫ അന്വേഷണം. തീവ്ര ദേശീയ സംഘടനയുടെ ചിഹ്നം ആഘോഷമായി കാണിച്ചെന്ന ആരോപണം. അന്വേഷണത്തെ വിമർശിച്ച് തുർക്കി സർക്കാർ. സ്പെയിനിനെതിരായ ക്വാർട്ടറിന് മുൻപ് മുന്നറിയിപ്പുമായി സൂപ്പർ താരം ടോണി ക്രൂസ്. ഇത് തന്റെ അവസാന മത്സരമാകില്ലെന്ന് ജർമ്മൻ താരം. ഇനിയും ടൂർണമെന്റിൽ ജർമ്മനി തുടരുമെന്ന് ടോണി ക്രൂസ്. പ്രതികരണം യൂറോയ്ക്ക് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ. അമേരിക്കൻ ഫുട്ബോൾ താരം സെർജിനോ ഡെസെറ്റ് ബാഴ്സലോണ വിട്ടു. ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരോട് വൈകാരികമായി യാത്ര പറഞ്ഞ താരം നെതർലൻഡ്സ് ക്ലബായ PSVയുമായി കരാറൊപ്പിടും. 2020 ടീമിലെത്തിയ താരം ബാഴ്സയ്ക്കായി കളിച്ചത് 72 മത്സരങ്ങളിൽ. വിംബിൾഡൺ പുരുഷ ഡബിൾസിൽ ബ്രിട്ടീഷ് താരം ആൻറ്റി മറേ ഇന്നിറങ്ങും. സഹോദരൻ ജാമി ഡബിൾസിൽ പങ്കാളി. ആദ്യ റൗണ്ടിൽ ഓസ്ട്രേലിയൻ സഖ്യം എതിരാളി. മറേ ഇറങ്ങുന്നത് കരിയറിലെ അവസാന വിംബിൾഡണിന്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയും തൂത്തുവാരാൻ ഇന്ത്യൻ വനിതകൾ. ആദ്യ മത്സരം നാളെ രാത്രി 7-ന് ചെന്നൈയിൽ. ഏകദിന ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ആവേശത്തിൽ ഇന്ത്യ.